ഇപ്പോഴത്തെ ചൂട് കൊണ്ടും നോമ്പെടുക്കുന്നവർക്കും ഉണ്ടാകുന്ന മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇതുപോലെ 1.5 പീസ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് പാനിയാക്കി എടുക്കണം. അത് തിളക്കുന്ന സമയം കൊണ്ട് 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമ്മൾ മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് കൂവപ്പൊടിയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ ശർക്കരയിൽ കരടൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചിരിവേ തേങ്ങ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറു ചൂടോട് കൂടിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തരി കാച്ചിയതിന് പകരം കുടിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ്. ശരീരം തണുപ്പിക്കുന്ന ഒരു ഡ്രിങ്കാണ്. മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കണേ.